യു.ഡി.എഫിന് തങ്ങളിൽ വിശ്വാസം നഷ്ടമായി എന്നത് ബിജു മാത്യുവിന്റെ മാത്രം അഭിപ്രായമാണെന്ന് പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. യു.ഡി.എഫിൽ പ്രശ്നങ്ങളില്ല. കോൺഗ്രസ്, കേരള കോൺഗ്രസ്, സ്വതന്ത്ര കൂട്ടായ്മ എന്നിവർ ചേർന്ന് ചർച്ച ചെയ്താണ് ഭരണം ആരംഭിച്ചത്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോയത്. ഈ ഭരണം സുഗമമായി മുന്നോട്ട് പോകരുതെന്നും തുടക്കം മുതൽ ഭരണസമിതിയെ സമ്മതത്തിലാക്കാനും ഒരാൾ മാത്രമാണ് ശ്രമിച്ചത്. ആരുടെങ്കിലും അച്ചാരം വാങ്ങിയാണ് ഭരണം അട്ടിമറിക്കാനായി പ്രകോപനമെങ്കിൽ ഒന്നും പറയാനില്ല. ഒരു വ്യക്തിക്ക് വേണ്ടി ധാരണ തെറ്റിക്കാൻ യു.ഡി.എഫ് നേതൃത്വം തയ്യാറാകുകയില്ലെന്ന് കരുതുന്നതായും ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ഒരു നേതൃത്വവും, കോൺഗ്രസ് നേതൃത്വമായിക്കോട്ടെ, ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതൃത്വമായിക്കോട്ടെ, ഒരു മുന്നറിയിപ്പോ മറ്റും തന്നിട്ടില്ല. അത് തരേണ്ട സാഹചര്യവുമില്ല. അങ്ങനെ തരേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് തീർച്ചയായും അതിൻ്റെ രീതിയിൽ മറുപടി തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒറ്റ കാര്യമുള്ളൂ. കഴിഞ്ഞ 6 മാസക്കാലമായി യു.ഡി.എഫ്, കോൺഗ്രസ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. കേവലം ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ യു.ഡി.എഫിൻ്റെ പൊതുവായ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന ഒറ്റ വാക്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മാറി നിൽക്കാൻ തയ്യാറാണ്. അതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ വിവാദങ്ങൾ, അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ചെയർപേഴ്സൻ്റെ ഈ ഫയല് എടുത്തുകൊണ്ട് പോയത് വ്യക്തിപരമായി ആവശ്യങ്ങൾക്കല്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് വളരെ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ഒപ്പിട്ട ഒരു നിർണായക ഫയൽ ഉൾപ്പെടെയുള്ള ഫയലാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ഫയൽ നഷ്ടപ്പെട്ടാൽ ചെയർപേഴ്സനെ ഭരണപരമായ വീഴ്ചയുണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനും ചെയർപേഴ്സൻ്റെ പ്രവർത്തനങ്ങളെ മോശമാക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമത്തിനായിരിക്കും അത് ചെയ്തത്. പക്ഷേ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിലെല്ലാം ഉപരി വ്യക്തിപരമായ പരാതിയല്ല അതിലുണ്ടായിരിക്കുന്നത്. ചെയർപേഴ്സൻ്റെ ചേംബറിൽ അതിക്രമിച്ച് കയറിയത് ശരിയായില്ല എന്ന് ചെയർപേഴ്സന് പരാതിപ്പെടുന്നതിന് ഉപരിയായി സെക്രട്ടറിക്ക് അത് പരാതിപ്പെടേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് മാത്രം നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. നേതൃത്വം ആവശ്യപ്പെട്ടാൽ രാജിവെക്കും. തനിക്ക് കഴിഞ്ഞ ടൈമിൽ ചെയർമാൻ സ്ഥാനം നിഷേധിച്ചതിന്റെ മധുര പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞു. ഭരണത്തിൽ കടിച്ചു തൂങ്ങാനോ ആരെയും അട്ടിമറിക്കാനോ ഞങ്ങളില്ല. എന്നാൽ 6 മാസ കാലാവധിക്ക് ശേഷം ഒഴിയുമ്പോൾ അടുത്ത 2.5 വർഷം സ്വതന്ത്ര കൂട്ടായ്മയാണ് വൈസ് ചെയർമാൻ സ്ഥാനം ലഭിക്കേണ്ടത്. ഇക്കാര്യത്തിൽ എഗ്രിമെന്റ് ഉള്ളതാണ്. എന്നാൽ ഈ ധാരണ പാലിക്കാതിരിക്കാൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാവോ കൗൺസിലറോ ആരുടെയെങ്കിലും അച്ചാരം വാങ്ങി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. സ്വതന്ത്ര കൂട്ടായ്മയും കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിൽ ഒരു വടംവലിയോ ഒരു മത്സരമൊന്നും ഇതിനകത്തില്ല. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ശക്തി തെളിയിക്കേണ്ട ഒരു സാഹചര്യവും ഇവിടെ ഇല്ല. ആ ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കത്തില്ല. പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പാണ്, കോൺഗ്രസ് ആയിക്കോട്ടെ, ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ 14 പേര് മുമ്പോട്ട് പോകുന്നത്. ഞങ്ങളുടെ അഭിമാനവും ഞങ്ങളുടെ ആ ഒരു വ്യക്തിത്വവും പണയം വെച്ചുകൊണ്ട് ആർക്കും മുമ്പിൽ ഞങ്ങൾ കീഴടങ്ങത്തില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷവും അഭിമാനമുള്ള കാര്യം, കഴിഞ്ഞ 6 മാസക്കാലം ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കുന്ന കാലയളവിലും യു.ഡി.എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ജോസഫ് ഗ്രൂപ്പിൻ്റെയും ഉന്നത നേതൃത്വം, അത് ലോക്കൽ നേതൃത്വമല്ല, ഉന്നത നേതൃത്വം ഉൾപ്പെടെ ഞങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് നൽകിയത്. ഞങ്ങൾ സ്വതന്ത്ര കൂട്ടായ്മ എടുത്ത ഒരു തീരുമാനമാണ് 6 മാസക്കാലം എന്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഞങ്ങളെ പിന്തുണ നൽകിയത്, അത് 6 മാസം എന്നല്ല, ഒരു ദിവസമെങ്കിലും ഞങ്ങളെ പിന്തുണച്ചതിൻ്റെ സ്നേഹവും കടപ്പാടും എന്നും ഞങ്ങൾക്ക് അവരോടുണ്ട്. കോൺഗ്രസിനെയോ യു.ഡി.എഫിനെയോ വഞ്ചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെന്തൊക്കെ ചെയ്താലും അവരുടെ വഞ്ചനയ്ക്ക് രാഷ്ട്രീയ മറുപടി എന്ന രീതിയിൽ മറ്റ് കക്ഷികളുടെ പിന്തുണ വാങ്ങിക്കൊണ്ട് ഒരു ദിവസം പോലും ഞങ്ങൾ അധികാരത്തിൽ തുടരത്തില്ല. മാത്രമല്ല, ഞങ്ങളുടെ 3 പേരുടെയും പിന്തുണ വോട്ട് ചെയ്തുകൊണ്ട് അവരിലൊരാൾ ചെയർപേഴ്സണോ അധികാര സ്ഥാനങ്ങളിലോ വരത്തില്ല. ഞങ്ങൾക്കതിന് വ്യവസ്ഥാപിതമായ വേറെ മാർഗങ്ങളുണ്ട്. ഞങ്ങളിത് മാറി നിൽക്കും. ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി യു.ഡി.എഫ് നേതൃത്വത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞങ്ങളെ ആക്കിക്കൊണ്ട് ഒരു വ്യക്തി ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ലാതാക്കുവാൻ, അല്ലെങ്കിൽ പാലായിലെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിന് ഒരു വ്യക്തി മാത്രമാണ് കാരണഭൂതനെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഈ വലിയ ഒരു സെറ്റപ്പ് ഇല്ലായ്മ ചെയ്യുവാൻ യു.ഡി.എഫിൻ്റെയോ കേരള കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ നേതൃത്വം തയ്യാറാകുമെന്നും ഞങ്ങൾ കരുതുന്നില്ല. പിന്നെ അങ്ങനെ